ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. നവംബർ 18 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വരവ്. അങ്ങനെ കറക്റ്റ് 12 മണിക്ക് തന്നെ എല്ലാവരും കയറി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ഇവർ വരും എന്നുള്ളത് അറിയായിരുന്നു, പക്ഷേ കറക്റ്റ് 12 മണിക്ക് കയറി വരുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ ഇവർ പിറ്റേ ദിവസം രാത്രി എന്തായാലും വരും, കേക്കായിട്ട് വരും. അപ്പോഴത്തേക്കിനുള്ള സെറ്റാക്കി ഡ്രസ്സൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും, എപ്പോഴാണ് വരണേ, കേക്കായിട്ട് വരണേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ സർപ്രൈസ് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് കയറി വന്നത് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വന്ന് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എല്ലാ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അവർ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു സമയമായിട്ടുണ്ടല്ലോ. റെയിനു ആണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു ആ സമയത്താണ്. അപ്പോൾ പിന്നെ വേഗം അവർ പോയായിരുന്നു. പോകുമ്പം പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്, ട്രീറ്റ് വേണം എന്നുള്ളത്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഒരുത്തിക്ക് ഇവിടെ പപ്പാന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. വേഗം കയറി ഒക്കത്ത് കയറി ഇരുന്നിട്ടുണ്ട്, പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനെ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോവുക. ഭയങ്കര കാര്യം അവൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിധിക്കുട്ടിക്ക്. പിന്നെ അവർ ലിഫ്റ്റിൻ്റെ അവിടെ കൊണ്ടുപോയി യാത്രയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു കേട്ടോ, എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അന്ന് ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ. അവർ രാത്രി ഞങ്ങളെല്ലാവരും ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ചപ്പാത്തി, ഒരു വെജ് കുറുമയൊക്കെയാണ് ഉണ്ടാക്കിയത്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരമൊക്കെ അവിടെ പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ അവരുടേതായിട്ടുള്ള കുറേ കളികളും കാര്യങ്ങളും കണ്ടിരിക്കാൻ രസമാണ്. എന്നാൽ ഇതുപോലത്തെ വികൃതികളും ഉണ്ട് കയ്യിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർക്ക് എപ്പോഴും താഴോട്ടല്ല മേലോട്ടാണ് നോട്ടം. മേലെ എന്തൊക്കെയുണ്ട് അതുമല്ലൊക്കെ എന്ത് കളിച്ച് കയറാമെന്നുള്ളതാണ് അവരുടെ ഒരു അത് മാത്രമല്ല അവരൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും. അങ്ങനെ പിള്ളേരെ കൂടെയൊക്കെ കളിച്ച് കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പോയി. യാത്രയൊക്കെ പറഞ്ഞ് അവർ പോയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.